ചുട്ടുപഴുത്ത മണലിലും നെഞ്ചിലെ പാറക്കല്ലിലും തളരാത്ത ഈമാൻ. അഹദ് എന്ന മന്ത്രം ലോകത്തെ വിറപ്പിച്ച നിമിഷം. ആരായിരുന്നു ചരിത്രം മാറ്റിക്കുറിച്ച ആ കറുത്ത മുത്ത്? ലോക ചരിത്രത്തിൽ ഇത്രയേറെ വേട്ടയാടപ്പെട്ട, എന്നാൽ ഇത്രയേറെ ആദരിക്കപ്പെട്ട മറ്റൊരു ശബ്ദമുണ്ടാകില്ല. അത് ബിലാൽ ഇബ്നു റബാഹ് എന്ന എത്യോപ്യക്കാരൻ്റെ ശബ്ദമാണ്. മക്കയിലെ ഗോത്രമഹിമയും വർണ്ണവെറിയും കൊടികുത്തി വാഴുന്ന കാലം. ഒരു കറുത്ത വംശജനായ അടിമ സത്യവിശ്വാസം സ്വീകരിച്ചു എന്നതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ക്രൂരനായ യജമാനൻ ബിലാലിനെ മക്കയിലെ മണലാരണ്യത്തിലേക്ക് വലിച്ചിഴച്ചു. ഉച്ചസൂര്യൻ തീ തുപ്പുന്ന മണലിൽ നഗ്നനായി കിടത്തി. നെഞ്ചിൽ ഒരാൾക്ക് പൊക്കാൻ കഴിയാത്ത അത്ര വലിയ പാറക്കല്ല് കയറ്റിവെച്ചു. ചോര വാർന്നൊഴുകുന്ന മുറിവുകളിൽ മണൽത്തരികൾ ആഴ്ന്നിറങ്ങി. മുഹമ്മദിനെ തള്ളിപ്പറയൂ എന്ന അട്ടഹാസങ്ങൾക്ക് മുമ്പിൽ ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും ആ ചുണ്ടുകൾ വിറയില്ലാതെ മന്ത്രിച്ചു. ഈ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സമ്പാദ്യം നൽകി ആ കറുത്ത മുത്തിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവിടെ ഒരു അടിമ മരിക്കുകയും ഒരു നേതാവ് ജനിക്കുകയുമായിരുന്നു. ഇസ്ലാം എന്നത് സമത്വത്തിൻ്റെ മതമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത് ബിലാലിനെയാണ്. മദീനയിലെ പള്ളിയിൽ ജനങ്ങളെ നിസ്കാരത്തിന് വിളിക്കാൻ ആര് വേണമെന്ന ചർച്ച വന്നപ്പോൾ മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി മദീനയുടെ മണ്ണിൽ ആ തൗഹീദിൻ്റെ മന്ത്രം മുഴങ്ങി. മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട അതേ നാവുകൾ ഇപ്പോൾ മദീനയുടെ അന്തരീക്ഷത്തെ ധന്യമാക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിലാലിനെ വിശേഷിപ്പിച്ചത് സയ്യിദുന എന്നായിരുന്നു. ഒരു അടിമയെ നേതാവായി കാണാൻ ഇസ്ലാമിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. മക്ക കീഴടക്കിയ ദിവസം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടതും ബിലാലിനോടാണ്. തന്നെ ചങ്ങലക്കിട്ടവരുടെ മണ്ണിൽ, തന്നെ തല്ലിച്ചതച്ചവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞ ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതിയായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞതോടെ ബിലാലിൻ്റെ ലോകം സ്തംഭിച്ചുപോയി. പ്രവാചകനില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലുമ്പോൾ പ്രവാചകന്റെ മുഖം ഓർമ്മ വരികയും ശബ്ദം തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്യുമായിരുന്നു. ഇതുമ്പലോടെ അദ്ദേഹം ബാങ്ക് വിളി നിർത്തി മദീന വിട്ടു. വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും മദീനയിലെത്തി. പ്രവാചകന്റെ പൗത്രന്മാരായ ഹസൻ്റെയും ഹുസൈൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരിക്കൽ കൂടി ബാങ്ക് വിളിക്കാൻ പള്ളിയുടെ മുകളിൽ കയറി. ആ ശബ്ദം കേട്ട മദീന നിവാസികൾ പ്രവാചകൻ തിരിച്ചു വന്നു എന്ന് കരുതി വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി കരഞ്ഞു. മദീന അന്ന് വരെ കണ്ട ഏറ്റവും വലിയ തേങ്ങലായിരുന്നു അത്. നിറത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്ന പേര് ഒരു വിപ്ലവമാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആ വിളി ഇന്നും ലോകത്തിൻ്റെ ഓരോ മൂലയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സിറിയയിലെ ഡമസ്കസിനടുത്ത് ആ മഹാപുരുഷൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ മുഅദ്ദിൻ, പ്രവാചകന്റെ പ്രിയങ്കരൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു.